മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുവദിക്കണമെന്ന ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം തള്ളി ഹൈക്കോടതി. സർവീസ് റോഡുകൾ പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കി ഗതാഗതക്കുരുക്ക് പരിഹരിച്ചെന്ന് ദേശീയപാത അതോറിറ്റി കോടതിയെ അറിയിച്ചു. എന്നാൽ ഈ വാദം ഡിവിഷൻ ബെഞ്ച് തള്ളി. അതിനാൽ ടോൾ പിരിവ് തടഞ്ഞത് സെപ്റ്റംബർ 9 വരെ തുടരാനും ഹൈക്കോടതി ഉത്തരവിട്ടു. ഗതാഗതക്കുരുക്കുണ്ടായിരുന്ന മേഖലകളിലെ സർവീസ് റോഡുകളിൽ ടാറിംഗ് പൂർത്തിയായി ഗതാഗതം സുഗമമായെന്നാണ് ദേശീയപാത അതോറിറ്റി കോടതിയെ അറിയിച്ചത്. എന്നാൽ ഇടക്കാല ഗതാഗത മാനേജ്മെന്റ് സമിതിയുടെ റിപ്പോർട്ട് ഇത്തരത്തിലല്ല വ്യക്തമാക്കുന്നതെന്ന് ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ്, ഹരിശങ്കർ വി മേനോൻ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. ഗതാഗതക്കുരുക്കുണ്ടാകുന്ന മേഖലകൾ ഈ ആഴ്ചയോ അടുത്തയാഴ്ചയോ സമിതി സന്ദർശിച്ച് വിലയിരുത്താനും കോടതി നിർദ്ദേശിച്ചു. ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച വിഷയത്തിൽ പരിഹാര നടപടികൾക്കായി കലക്ടർ, ജില്ലാ പോലീസ് മേധാവി, RTO എന്നിവർ ഉൾപ്പെട്ട സമിതിയെയാണ് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം രൂപീകരിച്ചത്. ഗതാഗതക്കുരുക്കുണ്ടായിരുന്ന മുരിങ്ങൂർ, ആമ്പല്ലൂർ അടക്കം 4 മേഖലകളിൽ ടാറിംഗ് പൂർത്തിയായതായി റോഡ് ഗതാഗതം സുഗമമായി എന്നാണ് ദേശീയപാത അതോറിറ്റി കോടതിയെ അറിയിച്ചത്. ആമ്പല്ലൂരിൽ ഇന്നലെയാണ് പ്രശ്നപരിഹാരമുണ്ടായതെന്നും NHI പറഞ്ഞു. എന്നാൽ ഗതാഗതക്കുരുക്കുണ്ടാകുന്ന മേഖലകളിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന റിപ്പോർട്ടാണ് സമിതി നൽകിയതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഈ മാസം 25-ന് നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് സമിതി ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് സർവീസ് റോഡിന്റെ വീതി കൂട്ടുന്നതും ഭാരവാഹനങ്ങൾ നിയന്ത്രിക്കുന്നതും ഉൾപ്പെടെ ദീർഘകാല പദ്ധതികളും റിപ്പോർട്ടിൽ സമിതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗതാഗതക്കുരുക്ക് പരിഹരിച്ചതിനാൽ ടോൾ പിരിവ് വീണ്ടും തുടങ്ങാൻ അനുവദിക്കണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും കേസ് വീണ്ടും പരിഗണിക്കുന്ന സെപ്റ്റംബർ 9 വരെ നീട്ടാനായിരുന്നു കോടതിയുടെ തീരുമാനം.